ഇന്ന് ഉച്ചയൂണിന് നമുക്കൊരു തോരൻ ഉണ്ടാക്കാം. ചേമ്പിൻ തണ്ട് കൊണ്ട്, പാൽ ചേമ്പിൻ്റെ തണ്ട് കൊണ്ട് നമുക്കൊരു തോരൻ റെഡിയാക്കാം. ഇതിനെല്ലാം വൃത്തിയാക്കി കഴുകി അരിഞ്ഞു കൊണ്ടുവരാം. നമ്മുടെ ചേമ്പൻ തണ്ട് കൊത്തി അരിഞ്ഞ് എടുത്തിട്ടുള്ളതാണ്. അതിൽ ഉപ്പും പുളിയുടെ ശകലം ചാറും കൂടെ ചേർത്ത് ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണിത്. ഒരു 10-20 ചെറിയ ഉള്ളി കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു പച്ചമുളകും കൂടെ. ഇനി നമുക്ക് ഇതിനെ തോരനാക്കി എടുക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ 4 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടെ ഇടാം. ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ്. ഒരു തണ്ട് കറിവേപ്പില, ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തേങ്ങ കൊത്തൂടെ ഇടും. അത് ഇടയ്ക്ക് ഒന്ന് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. തേങ്ങാക്കൊത്ത് അധികം മൂപ്പൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ ചേർക്കാം. അതുകൂടെ ചേർത്തൊന്ന് വഴറ്റാം. ഉള്ളിയെല്ലാം നല്ല ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തണ്ടുകൂടെ ചേർത്ത് കൊടുക്കും. ഇവിടെ ചേർത്ത് നല്ല ഒന്ന് മിക്സ് ചെയ്യും. ഇതിൽ വെള്ളത്തിൻ്റെ ഈർപ്പം ഉള്ളത് കൊണ്ട് വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ട. ചെറിയ ഉള്ളിയാണ് എപ്പോഴും ഇങ്ങനെയുള്ളതിനെല്ലാം നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. ഇത് ഉപ്പുള്ളത് കൊണ്ട് ഈ പ്രത്യേക ഉപ്പ് ഒഴിക്കണ്ട. ഇനി നമുക്ക് വേകാൻ വേണ്ടി ഒരു 10-15 മിനിറ്റ് വെച്ച് മൂടി വെച്ച് കൊടുക്കാം. ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ ഇളക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്ര വെള്ളം എടുത്ത് കളഞ്ഞിരുന്നാലും ഇതിൽ ചേമ്പൻ തണ്ടായതുകൊണ്ട് ചെറിയൊരു വെള്ളത്തിൻ്റെ ഉണ്ടാവും ഇപ്പം. ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന കൂട്ട് കൂടെ ഇട്ട് കൊടുക്കുക. ഇതിൽ തേങ്ങ, ഒരു 3-4 വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കറിവേപ്പില, ഒരു പിഞ്ച് ജീരകം, ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത അരപ്പാണിത്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അരപ്പൊന്ന് ചൂടാകാനായിട്ട് നമുക്കത് ഇങ്ങനെ മൂടി വയ്ക്കാം. ഒരു 3-4 മിനിറ്റ് കൂടെ ഇരിക്കുമ്പോൾ ഇത് ചൂടായി വരും. അപ്പോൾ നമുക്ക് ചിക്കി എടുക്കാം. ഒരു അരപ്പും കൂടെ ചൂടായിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് ചേർത്ത് അരപ്പും ഇതുമായിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഉപ്പെല്ലാം പാകമായിട്ടുണ്ട്. ചെറിയ തീയിലിട്ട് ഇളക്കിയാൽ മതി, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഈ പാകത്തിന് കിട്ടിയിട്ടുണ്ട്.
റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ചേമ്പിൻ തണ്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഈ തോരനൂടെ കഴിക്കാനായിട്ട് ഞാനിന്ന് ഉച്ചയ്ക്കുള്ള ഊണാണ് എടുത്തിട്ടുള്ളത്. അല്പം ചോറ്, മോരുകറി, ചക്ക, മീൻ കറി, മീൻ വറുത്തത്, അല്പം തോരൻ. കൊഴിയാള മീനാണ് കേട്ടോ. എല്ലാം കൂട്ടി ഒന്ന് കഴിക്കാം. നാടൻ രീതിയിലെ ഒരു ഭക്ഷണമാണ് ഇന്ന് റെഡിയാക്കിയത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതെല്ലാം എളുപ്പമുള്ളത്, നാടൻ രീതിയിലുള്ളത്, എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. എല്ലാവരും എൻ്റെ ഈ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.